ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും നിങ്ങളും എല്ലാവരും കാത്തിരുന്ന എൻ്റെ SLC ക്രിസ്മസ് എക്സാം റിസൾട്ട് ആകുകയോ. എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, കാരണം എക്സാം ഒക്കെ ഭയങ്കര ടഫായിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ എനിക്ക് ഓണം പരീക്ഷേനൊക്കെ മാർക്ക് കുറഞ്ഞേക്കാണ്. സ്വാഭാവികം. എൻ്റെ വീട്ടുകാരുടെ റിയാക്ഷൻ ഞാൻ അവസാനം പറയാം. വേണ്ട ക്യാമറ കൊണ്ടുവന്നെ അടിച്ചു കൊല്ലര്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് പറയാം. ഫസ്റ്റ് തന്നെ 80 മാർക്കിൻ്റെ പറയാം. അതിലാണ് എനിക്കൊരു തൃപ്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ അല്ലേ. നമുക്ക് ഹിന്ദിയിൽ നിന്നും തുടങ്ങാം. കഴിഞ്ഞ വർഷം എനിക്ക് ഹിന്ദി കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാകും, ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക്. ഹിന്ദി എന്തേലൊക്കെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. പിന്നെ ഹിന്ദി സാർ ഭയങ്കര വേണ്ട, ഭാഷ വീഡിയോ കണ്ടോളാം. ഹിന്ദി എനിക്ക് വളരെ മികച്ച സബ്ജക്റ്റ് ആയതുകൊണ്ട്, പിന്നെ എനിക്ക് എല്ലാ അക്ഷരങ്ങളും കൃത്യമായി അറിയാവുന്നതുകൊണ്ടും, പിന്നെ എൻ്റെ മാഷ് എനിക്ക് വാരിക്കൊരു മാർക്ക് ഇടുന്നതുകൊണ്ടും എനിക്ക് 34 മാർക്ക് ഹിന്ദി. പക്ഷേ എനിക്ക് അത്യാവശ്യം ഒരു 36 കിട്ടാമായിരുന്നു. പക്ഷേ ഇതിലെല്ലാ ക്വസ്റ്റ്യനും 1-2 മാർക്ക് പോയിട്ടുണ്ട്. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണേ. ഇത് എവിടെ നിന്നൊക്കെ വരുന്നാകും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ 1 മാർക്ക് 2 മാർക്ക് പോയിട്ടുണ്ടാകും. എന്താ ചെയ്യാം, എൻ്റെ ഒരു കഴിവ്. അങ്ങനെ നമുക്ക് ഹിന്ദിയിൽ സക്സസ്ഫുള്ളി 34 മാർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് കാണിച്ചു തന്നാണ് കണ്ടോ. എൻ്റെ മമ്മിയുടെ ഒപ്പ് ചെയ്ത കോപ്പിടി ചുമ്മാ പറഞ്ഞോട്ടാ. 34 മാർക്ക് മമ്മി എങ്ങനെയോ ഒപ്പിട്ടത്. ഞാൻ ആദ്യം തന്നെ എനിക്ക് മാർക്ക് ഉള്ളതൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തത്, ഇല്ലാത്ത കൊണ്ട് കാണിച്ചു കൊടുത്തത് അമ്മനെ അടിച്ചൊടിയും. പിന്നെ മലയാളം നിങ്ങൾക്കറിയാം, ഞാൻ മലയാളത്തിൽ ഞാൻ കവിയാണ്. എന്നെ മലയാളം ടീച്ചർ പണ്ടത് മര്യാദയ്ക്ക് പഠിച്ചിട്ടാണ്. എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. മലയാളം ഞാൻ വെറുതെ വായിച്ചു പോകാണ്. മലയാളം ഞാൻ ഉഴപ്പ് തന്നെയാണ്. ടീച്ചർ പറയുന്നത് ഒരു കണക്കിന് ശരിയൊക്കെ ആണെങ്കിലും 38.4 മാർക്കുണ്ട്. 3/4 മാർക്കൊക്കെയാണ് എൻ്റെ ടീച്ചർ. എനിക്കറിയത്തില്ല എന്താണ് 38.4 ഇട്ടേക്കണേ. 38.3 39 ആകും കഴിച്ചു. എന്തെവിടെയൊക്കെ പോയിട്ട് ഞാൻ പോകണമെന്ന് നോക്കുന്നില്ല. അതിൽ വലിയ സംഭവങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ കൈകളൊക്കെ നോക്കുന്നതൊക്കെ. ഇംഗ്ലീഷ് 80-ൽ 66. വാ, സൂപ്പർട്ടാ, സൂപ്പർ മാർക്കായിരുന്നു. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ, എനിക്ക് ഇംഗ്ലീഷ് എപ്പോഴും അത് ഗ്രാമർ ഫുള്ള് വിട്ടുകുത്തിരിക്കും. എൻ്റെ കയ്യേഷം അത്ര വലിയ രസമുള്ള കയ്യേഷം ഒന്നല്ല ഗൈസ്. നിങ്ങൾ പ്രാഗരുത്, ഒക്കെ വിട്ടാണ്. മീൻസ് ഗ്രാമർ അങ്ങേയറ്റം പോയി. ഗ്രാമർ പോയില്ലെങ്കിൽ 72, ഗ്രാമർ കൂട്ടിയില്ലെങ്കിൽ 72 കിട്ടിയത്. ഗ്രാമർ പഠിക്കാനാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഗ്രാമർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി മാർക്ക് കിട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഗ്രാമർ എന്തോ എവിടെയോ പോയി. പിന്നെ ഫിസിക്സ് എനിക്ക് ഫിസിക്സിൽ മാർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എവിടെയൊക്കെയോ കൊണ്ട് ഒപ്പിച്ച് വെച്ചു. ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഇതിലൊന്നുമില്ല ഗൈസ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ മിററിൻ്റെ സംഭവമില്ലേ, ഇങ്ങനെ റിഫ്ലക്ഷൻ വരുന്നത്, അത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അത് ശരിക്കും വേറൊരു സാധനമാണ്. പക്ഷെ അതെനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റേതാണ്. അത് ആ ഒരു ഡിഗ്രി എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായില്ല. അത് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. കാരണം 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തോ ഫീച്ചറാണോ എന്നാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണോ, അതിൻ്റെ മാത്രം ഫീച്ചർ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവിടെ വെച്ച് ഞാൻ എഴുതിച്ചു. ഞാൻ എങ്ങനെയോ കറക്കി കുത്തി അതൊക്കെ വിട്ടു. കറക്കി കുത്തിയത് മര്യാദയ്ക്ക് ചെയ്ത് വിട്ടു. പിന്നെയാണ് പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തരുന്ന ഇമേജ് കാണാനുള്ളതായിരുന്നു. 10th മനസ്സിലാക്കുള്ളൂ, സോറി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. 40-ൽ 24 മാർക്ക്. എനിക്ക് വയ്യ. എന്നെ വീട്ടിൽ കയറ്റിയത് എൻ്റെ ഭാഗ്യം. എൻ്റെ മമ്മിക്ക് പിന്നെ എന്നെപ്പറ്റി ഭയങ്കര പ്രതീക്ഷ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നല്ലായിരുന്നു, ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. ഞാൻ എന്തെങ്ങനെ പോയാവോ. 40-ൽ 24 ഞാൻ പക്ഷെ ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പരീക്ഷ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സീരിയസ്നെസ് ഇല്ല. ഞാൻ എന്തെങ്ങനെ പോകുന്നതെന്നുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. ഓക്കെ, സോ ഫിസിക്സിൽ 24, 40-ൽ സൂപ്പർ. പിന്നെ സോഷ്യലിൽ
80-ൽ 65. സോഷ്യൽ എനിക്ക് 70 വാങ്ങുന്നത് വളരെ വലിയ 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 ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ ടീച്ചർക്ക് ഞങ്ങളുടെ ടീച്ചർക്ക് അത്യാവശ്യം നന്നായി വിവരിച്ച് എഴുതണം. മീൻസ് എല്ലാ പോയിന്റ്സുമായിട്ട് എഴുതണം. പിന്നെ വേറൊരു ടീച്ചറുണ്ട്, ആ ടീച്ചർക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതിയാൽ മതി. എനിക്ക് ഭയങ്കര ആഗ്രഹം ആ ടീച്ചറിനാണ്. പക്ഷേ എനിക്ക് കിട്ടി വന്ന ടീച്ചർ കുറേ എഴുതണം, വിവരിച്ച് എല്ലാം എഴുതണം. സോ എന്ത് ചെയ്യാം, ഞാൻ പിന്നെ ഒരുപാട് പഠിച്ചതുകൊണ്ട്. പിന്നെ മറ്റേ ലാസ്റ്റത്തെ എക്കണോമിക് സെക്ടറൊക്കെ വന്നത് ഏത് മഹാനാണ് അതൊക്കെ ഇട്ടത്, എനിക്കറിയാമെന്നല്ലാണ്ട് ചോദിക്കുക. വേറെ ഒരു എസ്സേയും ഇല്ലേ? ഞങ്ങളുടെ ടീച്ചറോട് ഫസ്റ്റ് ഭാഗത്ത് നിന്ന് മറ്റേ അമേരിക്കൻ റവല്യൂഷൻ എപ്പോഴും പഠിച്ച മുതലാണ് ഞാൻ. കളിപ്പിക്കുന്നതിനൊക്കെ പരിധിയില്ല. സോഷ്യല് എസ്സേക്ക് തന്നിരുന്നൊരു പോർഷൻ ഉണ്ട്, മീൻസ് ടീച്ചേഴ്സ് ഒക്കെ എസ് ചെയ്തിരുന്നൊരു പോർഷൻ ഉണ്ട്. അതിനൊരു തേങ്ങയും വന്നില്ല. എക്കണോമിക് സെക്ടറിൻ്റെ സയൻസ് ആൻഡ് ഇത് അറിയാമായിരുന്നു. മീൻസ് ഒരു പറഞ്ഞില്ല, അതിപ്പോൾ 5 മാർക്കിനായാലും വരുന്നു, 4 മാർക്കിന് നോട്ട് എഴുതാനായാലും സയൻസ് റിസർച്ച് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക് സെക്ടർ ആരും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ടീച്ചർ വലിയൊരു നോട്ട് തന്നിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് സ്കൂളിൽ എന്തോ ഒരു പരിപാടിക്ക് പോയിക്കായിരുന്നു, എന്നിട്ട് റെക്കോർഡ് കാര്യത്തിന് എന്തെങ്കിലും പോയിക്കായിരുന്നു. സോ ആ നോട്ട് ഞാൻ പിന്നീട് പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് എഴുതിയിരുന്നത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സബ്ജക്റ്റ് മാത്സിൽ എനിക്ക് മൊത്തത്തിൽ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കല്ല. ടീച്ചറെ വായിൽ എനിക്ക് കേൾക്കാനും എൻ്റെ പറ്റി എനിക്ക് കേട്ടായിരുന്നു. മാത്സ് ടീച്ചർ നന്നായി കളികൾ കൂടി വരുന്നുണ്ട്, ഇങ്ങനെ കളിച്ച് നടന്നു അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാത്സ് എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല സത്യം പറഞ്ഞത്. എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു മാത്സിൽ. 80-ൽ 69, എനിക്ക് 72 എനിക്ക് A+ കിട്ടിയത്. കളിക്കാനുള്ള ഓരോരോ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോണ്ടല്ലോ, ഇത് വേണ്ട, അത് ബയോളജിയൊക്കെ ഞാൻ വേണ്ട, അതൊക്കെ അറിയാം. ഇതിരി മാർക്കുള്ള ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാർക്കുള്ള പറയാം. ബയോളജി ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. മീൻസ് റിയാക്ഷൻ അല്ല, ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല. മീൻസ് ബയോളജി പരീക്ഷ എഴുതി വന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. ബയോളജി എനിക്കൊന്നും പറയാനുള്ള, അതിൽ വെച്ച് കമൻറ്റ് ഇട്ടായിരുന്നു എനിക്ക് എന്താ പറയാനുള്ളത്. ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നില്ല, മനസ്സിലായി കാണുമായിരിക്കും. ബയോളജി എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ടഫായിരുന്നു. മീൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പെട്ടെന്നെടുക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തൊക്കെയാണ് ചാതി ക്വസ്റ്റ്യൻസ്. ഞാൻ അതന്നെ ഇപ്പോഴത്തെ ഞാൻ ശരി ഉത്തരം എഴുതിയായിരുന്നു, അത് ഞാൻ വെട്ടി, എന്നിട്ട് ഞാൻ തെറ്റുത്തരം എഴുതിച്ചു. ശബാഷായിരുന്നു ഞാൻ. പിന്നെ കുറേ ഞാൻ പഠിച്ച്, എനിക്ക് സോഷ്യലിൻ്റെ കാര്യം വന്നുകൊണ്ട് എനിക്ക് പഠിക്കാനധികം സമയം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം വെള്ളി ശനി ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല, എന്തൊക്കെയോ ഞാൻ ചെയ്തു. എന്നാലും നമ്മൾ പരിഗണിക്കണം. ബയോളജി എനിക്ക് 40-ൽ 22. വാ, സൂപ്പർ മാർക്ക്. ഇത് ഞാൻ വീട്ടിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായത്. എനിക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ വീട്ടിൽ കാണിക്കും. ഇന്ന് എൻ്റെ വീട്ടിൽ പൂരമായിരിക്കും. വാവ്, സൂപ്പർ. പക്ഷെ എൻ്റെ വീട്ടിൽ സീനാവും ഇത്. ഞാൻ വാലടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ ഐ എം സേഫ് നൗ. കഴിയുമ്പോൾ കാണാം. പിന്നെ വീണ്ടും എൻ്റെ മലയാളം, അത് മലയാളം ഫസ്റ്റ് ആയിരുന്നു, ഇത് മലയാളം സെക്കൻഡാണ്. മലയാളം സെക്കൻഡ് എനിക്ക് 37.4. ഇതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എന്താ ഞാൻ ചെയ്തേ, കുറച്ചിങ്ങനെ 3.25 3.5 മാർക്ക് അങ്ങനെ. പിന്നെ കുറച്ചൊക്കെ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെയല്ല, മലയാളം എനിക്ക് എഴുതാൻ സമയം കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം എഴുതി. കുറച്ചായാലും മീൻസ് 1/2 പേജ് എന്നല്ല പറഞ്ഞുള്ളൂ, 1/2 പേജ് കഴിഞ്ഞ് ഞാൻ എഴുതി വെച്ചു. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഇരുന്ന് എഴുതുന്നു, ഞാൻ മാത്രം വായ നോക്കിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച് എൻ്റെ ഫുള്ള് എഴുതി തെറ്റാണോ, അതല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ എഴുതുന്നത്, ആ ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു. മറ്റെന്ത് ചെയ്യും, എൻ്റെ കഴിഞ്ഞു. എൻ്റെ ഫുള്ള് എഴുതിയിട്ട് പിന്നെ അത് വെട്ടിയിട്ട് എനിക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. സോ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. മലയാളം ഒരു അരപ്പുറം എഴുതേണ്ടപ്പോൾ ഒരു അരപ്പുറം അങ്ങനെ എഴുതിയാലൊന്നും മാർക്ക് കിട്ടൂല. ഒരു മുക്കാൽ പുറമൊക്കെ എഴുതിയാലും മാർക്ക് കിട്ടുക. അരപ്പുറം എഴുതണമെന്ന് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളൂ. നമുക്ക് മാർക്ക് കിട്ടുന്നത് അങ്ങനെ. മലയാളത്തിൽ നോവൽ അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാണ്ട്. മലയാളം എടുത്ത പിള്ളേർക്ക് അറിയാം. എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് സംസ്കൃതം എടുത്താൽ മതി തോന്നുന്നു. പക്ഷേ ഐ സ്റ്റിൽ ലവ് മലയാളം. മൈ മദർ ടങ്. ഞാൻ ഇംഗ്ലീഷൊന്നും ശരിയാകത്തില്ല. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. എൻ്റെ ടീച്ചർ അങ്ങനെ കേട്ട എൻ്റെ തല്ലിക്കൊല്ലി ഇറക്കാള്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് കെമിസ്ട്രി. എനിക്ക് 8-9 ഞാൻ ചത്തിരുന്ന് പഠിച്ചിരുന്ന ഒരൊറ്റ സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. വേണമെങ്കിൽ എൻ്റെ അമ്മനെ ഇപ്പം ഞാൻ വിളിച്ചു വയ്ക്കും, പക്ഷെ ഇപ്പം ഞാൻ വരില്ല, കാരണം ഈ മാർക്ക് ഉണ്ട് എൻ്റെ അമ്മനെ അടിച്ചു വരും. ഓക്കെ, 8-9 ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഫിസിക്സൊക്കെ കണ്ണിനേരെ കണ്ടുണ്ടായിരുന്നു. കെമിസ്ട്രി പക്ഷെ ഞാൻ സ്നേഹിച്ച് ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരുന്ന സബ്ജക്റ്റായിരുന്നു കെമിസ്ട്രി. പക്ഷെ ഇപ്പം എനിക്ക് കെമിസ്ട്രി എനിക്കൊരു വക മനസ്സിലാവില്ല. എന്താണിത്,
എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഇതിൽ ഫസ്റ്റത്തെ കുറേ വൺ വേർഡ് ഫുള്ള് തെറ്റായിരുന്നു. അതെങ്ങനെ പറ്റിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനത് വിചാരിച്ചത് ഞാനതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച്, മീൻസ് വൺ വേർഡൊക്കെ ഞാൻ പക്ക എന്ന് കരുതിയാണ് ഞാൻ എഴുതി. ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതിയത് ഫുള്ള് വൺ വേർഡ് ചെയ്തത് ഫുള്ള് ഞാൻ പക്ക കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ആ സാധനം ഞാൻ എഴുതിയിട്ട് പേപ്പർ തുറന്നത് ഫുള്ള് ഇട്ടു. വാവ് സൂപ്പർ. ആ രീതിക്ക് എനിക്ക് കെമിസ്ട്രി സത്യം പറഞ്ഞാൽ എന്നോട് ആരൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയാം. കെമിസ്ട്രി ഫസ്റ്റ് ലാബിലോട്ട് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ. കാരണം കെമിസ്ട്രിയിലും ഞാൻ ഇങ്ങനെ എല്ലാം പ്രതീക്ഷിച്ചത്. കെമിസ്ട്രി ഞാൻ പിന്നെയും ഒരു 30 എബോ ആ ഇത് കിട്ടും ഞാൻ വിചാരിച്ചിരുന്നു. കെമിസ്ട്രി പക്ഷേ നോക്കി വന്നപ്പോൾ ഒന്നും ഇല്ലടി പേപ്പറിൽ. എല്ലാം ഒരു ഷഫിളായി പോലെയാണ്. മീൻസ് എനിക്ക് എന്താ ടൈമിന് പറ്റിയത് എനിക്കറിയത്തില്ല. പക്ഷെ കെമിസ്ട്രി ഞാൻ ഒരുവിധമൊക്കെ കോൺഫിഡൻ്റ് ആയിരുന്നു. പരീക്ഷ ഹാളിൽ കയറി പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞാലും ഞാൻ എന്തെങ്കിലും വെച്ച് എഴുതാം ആ രീതിയിലായിരുന്നു. പക്ഷേ മാർക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. മാർക്ക് 23/14, 40/23. സൂപ്പർ മാർക്കാണ്. ഇറ്റ്സ് വണ്ടർഫുൾ, ഗ്രേറ്റ്. ഞാൻ എനിക്ക് തന്നെ കൈയടിക്കുന്നു. വേറെ ആരും വന്ന് ഈ മാർക്കിന് കൈയടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ മാർക്കിൽ നല്ലോണം കുറവാണ്. ഇപ്രാവശ്യത്തെ മെയിൻ SLC എക്സാമും ഭയങ്കര ടഫാണെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. ഞങ്ങൾ ടീച്ചേഴ്സും വാണിംഗ് വന്നിട്ട് നല്ല ടഫായിരിക്കും ഇപ്പോഴേ പഠിച്ചിറങ്ങുന്നതൊക്കെ. എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തീരെ മീൻസ് ചൂട് നമുക്കങ്ങനെ ഒരു പഠിക്കണം, ഞാൻ 10ലാണ് അങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. നമുക്കങ്ങനെ ഒരു ഇത് വരില്ലേ പരീക്ഷിക്കുമ്പോൾ. പരീക്ഷയുടെ ഇടയിൽ ഞാൻ മൈഡീമൺ ഒരു കേഡ്രാമയാണ് മൈഡീമൺ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫാളിങ് ഇൻടു യുവർ സ്മൈൽ. സോഷ്യൽ പരീക്ഷയാണ് എനിക്ക്. സോഷ്യലും ബയോളജിയും ഉണ്ട് ആ ടൈമിൽ. ശനി ഞായർ കേട്ടോ, ശനി ഞായറുണ്ട്. വെള്ളിയാഴ്ച ഞാൻ വന്നിരുന്ന് എനിക്ക് കാണാനുള്ള എല്ലാ കേഡ്രാമയും കണ്ടു തീർത്തിട്ട് ശനിയാഴ്ച ഇന്ന് പഠിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവൾ ഓൾറെഡി സമയമുണ്ടല്ലോ നമ്മൾ ഇതിനെ പഠിക്കുന്നതെന്ന്. എന്നിട്ട് ഇപ്പം അവർക്ക് മാർക്ക് കൂടുതൽ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. മനസ്സിലാക്കാനുമല്ലോ അവസ്ഥയാണ് കേസ്. അപ്പോൾ ഇങ്ങനെ ഉജ്ജ്വലബലമായ എൻ്റെ വിജയത്തിന് ശേഷം ഇനി അടുത്തത് പ്രീ മോഡലും എടുക്കുന്നത്. പക്ഷെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. സീരിയസ്ലി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സത്യപ്രതി വേണ്ട, അത് ഓവറാവും. ഇപ്പോഴേ ഓവറായി തുടങ്ങി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യപ്രതി ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. എൻ്റെ മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മാർക്ക് കേട്ട് സന്തോഷമായിരിക്കും. കുറവ് മാർക്കുള്ളവർക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം എൻ്റെ പോലെ ഒരു കെണ്ട ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജീവിക്കാവുന്നതാണ്. ചുമ്മാ എല്ലാ മാർക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഒരു താഴ്ചയിൽ ഒരു ഉയർച്ചയുള്ളൂ എന്ന് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. പിന്നെ കുറവ് മാർക്ക് കിട്ടിയാലും കൂടുതൽ മാർക്ക് കിട്ടിയാലും കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ എന്നേക്കാൾ ബുദ്ധിമാന്മാർ. ചുമ്മാ കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാൽ മതി. ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ പഠിച്ചില്ല എന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സോറി. അപ്പോൾ അത്രയൊക്കെ താങ്ക് യു. ഇനി ഇത് വീട്ടിൽ കാണിക്കാം, അതാണ് ടാസ്ക്. ബൈ.